വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ പാർട്ട് 5 ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പാർട്ട് 5 50 ദിവസമായി നമ്മൾ മൈൻക്രാഫ്റ്റ് ഈ വേൾഡ് കളിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ ഓഫ്ലൈനിൽ ഇന്ന് കുറേ വർക്ക് ചെയ്തു, പിന്നെ കുറേ പൊട്ടിത്തെറിയും സംഭവിച്ച്. പൊട്ടിത്തെറിൻ്റെ വീടിനാണെങ്കിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഞാൻ പുതിയതായി ഉണ്ടാക്കിയ ഒരു സാധനത്തിന് ഇങ്ങനെ പൊട്ടിത്തെറി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ നേരെ നമുക്ക് ഇങ്ങനെ വീഡിയോയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ വീടിൻ്റെ ഇവിടെ ഫെൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ഇവിടെ കൂടി ഇങ്ങനെയല്ലേ പോവാ, ഇവിടെ കൂടി ഇങ്ങനെ പോവാ. ഞാൻ എപ്പോഴും എനിക്ക് അങ്ങനെ പോകാൻ തോന്നുന്നു. ഇവിടെ കൂടെ തന്നെ പോകണം എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടേക്ക് ഇങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഫെൻസ് പോലെ കെട്ടി. പിന്നെ അധികം മോപ്സിനൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു കെട്ടിയിട്ടും കാര്യമില്ല. മോപ്സ് എന്തായാലും വരും. അങ്ങനെ വന്നൊരു മോബാണ് നമ്മുടെ ഇവിടെ ഈ സ്ഥലത്ത്. ഇവിടെ പൊട്ടിത്തെറിച്ച പിന്നും ബിൽഡ് ചെയ്യണം നല്ല പാടാ. ഇവിടെ ഫുള്ളും പൊട്ടിത്തെറിക്കും. അമ്മാതിരി നല്ല ബ്യൂട്ടിഫിക്കേഷൻ വരുത്തിയുള്ള സ്ഥലമാണ്. ഇത് പിന്നുണ്ടാക്കണമെങ്കിൽ നല്ല കഷ്ടപ്പെടേണ്ടി. ഇവിടെ ക്രീപ്പർ. ഞാൻ എന്നിട്ട് അവസാനം ക്രോസ് ബോ ആരോ എടുത്ത് കുറേ ആരോ അങ്ങനെ എടുത്തോണ്ടിരിക്കുക. സൈഡിൽ സ്കൾട്ട് ഉണ്ടായിരുന്നു, ഓനെയും കൊന്ന് പിന്നും കുറേ ആരോ എടുത്തിട്ട് ഈ സാധനത്തിന് വന്നു. മാതിരി ഇതാണ് ചാർജഡ് ക്രീപ്പറാ. കുറേ ഇടിമിന്നലും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ചാർജഡ് ക്രീപ്പറാണ് വെടി. അപ്പോൾ വളം കൊട്ടി പിന്നെ ഫുള്ളും പണിയിട്ട് പോയി. പിന്നെ 2 ചാർജഡ് ക്രീപ്പർ ആദ്യത്തെ മഴയിൽ. പിന്നെ ഞാനതാ ഇവിടെ ഈ സ്ഥലം ഇങ്ങനെ ഈ കാണിച്ചതേ. ഇന്നത്തെ എപ്പിസോഡ് കാണാത്തതുണ്ടെങ്കിൽ ഞാൻ പോയി കാണാം. നമ്മൾ ഒന്നൊരു 5-6 എപ്പിസോഡ് പെട്ടെന്ന് കണ്ടു തീർക്കാൻ നോക്കുക. അതായത് ഈ ഭാഗം നമ്മൾ മുമ്പിലല്ലേ ഇരുന്നത്. അപ്പോൾ ഞാനിത് കറക്റ്റ് ഭാഗമാക്കിയിട്ട് കുറച്ച് വിയേഡായിട്ടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വിയേഡായിട്ടുള്ളത്. ഞാൻ വേറെ വല്ലതിലും നോക്കി ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിരിക്കും. അത് ഞാൻ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്താണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അടുത്തൊരു സർപ്രൈസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ പ്രഷർ പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ മാപ്പ് നമ്മൾ സെറ്റാക്കി. എൻ്റെ മാപ്പ് കണ്ടില്ലേ, മാപ്പ് ഇത്ര വലുതാണ്. ഇതിൻ്റെ ഈ ഭാഗത്താണ് എൻ്റെ വീട് വരുന്നത്. ഈ ഭാഗത്ത് ഇതിൻ്റെ ഏറ്റവും താഴത്തായിട്ടാണ് എൻ്റെ വീട് വരുന്നത്. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് നമ്മളെ പ്രൊജക്റ്റ് ബോർഡിൽ ഞാൻ ഒരു സാധനം എഴുതി വയ്ക്കുന്നത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള എഴുതി വെച്ചിട്ട് അന്ന് നമ്മൾ ഇതിൽ കയറിയിട്ട് പ്രൊജക്റ്റ് ബോർഡ് നോക്കുമ്പോൾ അയ്യോ ഞാൻ അപ്പോഴും മറന്നു എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ എഴുതി വയ്ക്കുന്നുണ്ട്. നമുക്ക് ഇപ്പം തന്നെ എന്താ ഓപ്ഷൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേറെ പണിയുണ്ട്. ഞാൻ നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ പോവാം. ഈ എപ്പിസോഡ് ടൈറ്റിൽ ഉണ്ടവർക്ക് ഞാൻ നെതർ പോർട്ടൽ ഉണ്ടാക്കാമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളെ വീഡിയോൻ്റെ ശരിക്കുമുള്ള കാര്യത്തിക്ക് പോവില്ല, സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ പണി. അന്ന് വെച്ചതാണ്, ഇപ്പോഴാണ് നമ്മൾ 3ാമത്തെ എപ്പിസോഡിൽ വെച്ചതാണ് ആ വീറ്റ് ഫാർം. ഇപ്പോഴാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. നമുക്ക് എന്തായാലും അത് ഫ്യൂച്ചറിൽ അത് പൊട്ടിച്ചിട്ട് അതിനേക്കാളും നല്ല ഉണ്ടാക്കണം. പിന്നെ കുഞ്ഞൊരു ഷെയ്ഡർ ഇട്ടിട്ടുണ്ട്. ആ ഷെയ്ഡറിൻ്റെ പേര് വാനില, ഒരു വില്ല ഷെയ്ഡർ വില്ല ആർട്ടിഎക്സ് ആണ്. ഇത് ഏതെന്നറിയാം, ഞാനൊരു ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആർട്ടിഎക്സ് ആണ്. അതുകൊണ്ട് തന്നെ എടുക്കുകയാണ് ചെയ്ത്. പിന്നെ നമുക്ക് നേരെ കാറ്റിക്കുക പറഞ്ഞിരിക്കണ്ട. ഇത് ഞാൻ പാമ്പ് അഴയണ പോലെ പോകണല്ല, പുഴ അഴയണ പോലെ പോകണം. അത്ര വലിയ ഈ കുഞ്ഞു വേണമെങ്കിൽ അതിനേക്കാളും നല്ല. ഈ മൈക്കിൾ ജാക്സൺ സ്റ്റെപ്പ് ഇട്ട് പോവുകയാണെങ്കിൽ ഇപ്പം കുറച്ച് സ്പീഡായിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ സ്ഥലത്ത് ഇതാണ് ഞാൻ പറയാൻ സ്ഥലം. ഇത് വെച്ചാൽ നെതർ പോർട്ടൽ ഉണ്ടാക്കി ലാവയും വെള്ളവും വേണ്ടേ. അപ്പം അതിന് വേണ്ടിയുള്ള സംഭവം സെറ്റ് ആയിട്ടുണ്ടല്ലേ. ഇവിടെ ലാവ ഒഴുകി വരും. ഞാൻ ആ സ്ഥലം പൊട്ടിച്ചപ്പോൾ ലാവ ഒഴുകിയെന്ന്. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് കയറിയിട്ട് ആ ലാവ ഇതാക്കി, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ആയിരുന്നു ഗെയ്സ്.
മൈൻക്രാഫ്റ്റ് ഇടിമിന്നൽ. ഈ മൈൻക്രാഫ്റ്റ് എന്തിനാ തരുന്ന ഇടിമിന്നലുണ്ടെന്ന്? അങ്ങനെ ഗൈസ് നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ പോവാ. ഇത് ഇടിമിന്നലിക്ക് തീരെ ഇഷ്ടമല്ലേ ഇടിമിന്നൽ, ഒലിങ്ങ ഇടിമിന്നലൊക്കെ മാറിയുണ്ട്. ചിലപ്പോൾ സാധാ ഇടിമിന്നൽ മാത്രം. അപ്പോൾ ഗൈസ് നമ്മൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഇതുണ്ടാവില്ല, സ്പേസ് ഇല്ല, എൻ്റെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആപ്സൊക്കെ ഡിലീറ്റ് ചെയ്ത്. അപ്പോൾ സ്പേസ് വന്നിട്ടുണ്ട്. ഇത് നേരത്തെ ഞാനൊരു വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരുന്നു. പിന്നെ ആദ്യം ഡിലീറ്റ് ചെയ്യണിത്. ഇതിന് നമ്മളെ നെതർ പോർട്ടൽ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഒരു സാധനം ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ അയൺ എടുത്ത് ഒന്നും കൂടി ഒരു ബക്കറ്റ് ഉണ്ടാക്കുകയാണ്. എന്ന് വെച്ചാൽ ബക്കറ്റിക്ക് എന്തിനാന്ന് വെച്ചാൽ ഇക്കന്നെ അറിയില്ല എന്തിനാന്ന്. ഇത് കിട്ടി. ഞാൻ വെറുതെ പറയുന്നത് എനിക്കറിയാം. എന്താ സംഭവം എന്ന് വെച്ചാൽ ലാവ എടുക്കും. ഞാൻ പിന്നെ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കണില്ല. അടുത്ത എപ്പിസോഡായിട്ട് ഉണ്ടാക്കുക. പിന്നെ സ്പേസ് പോയി ഗൈസ് ഇപ്പം സംഭവിച്ചെന്ന് വെച്ചാൽ സ്പേസ് ഇല്ല. ഞാൻ അത് വീഡിയോ എന്നിട്ട് പിന്നെ സ്പേസ് കളഞ്ഞിട്ട് പിന്നെ ഇതാ റെക്കോർഡ് ചെയ്തിട്ട് നോക്കാം. റെക്കോർഡായിട്ടില്ല. പക്ഷേ സാധനങ്ങളൊക്കെ എടുത്ത് അതുകൊണ്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മളെ നെതർ പോർട്ടൽ ഞാൻ ഉണ്ടാക്കാൻ പോണ സാധനം നമ്മളെ വീടിൻ്റെ അയ്യോ ചാർജർ ക്രീപ്പർ ചാർജറേ പൊട്ടല്ലേ. ചാർജർ ക്രീപ്പറല്ലേ നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. വേടാ ഇങ്ങോട്ട് വേടാ ബാ മോനെ. അയ്യോ മോനെ ഇങ്ങോട്ട് വേടാ. പൊട്ട് ഓ ചത്ത് പൊട്ടിയില്ല. കാര്യം വീഡിയോ കുറച്ചുണ്ട് ക്രോപ്പ് ചെയ്യാം. അതിനെ ക്രോപ്പ് ചെയ്യണില്ല. നമുക്കില്ലേ ഇവിടെ ഞാൻ അത് ഉണ്ടാക്കിയില്ലെങ്കിൽ അവിടെ എനിക്ക് എൻ്റെ ഇതുണ്ടാക്കിയിരുന്നു നെതർ പോർട്ടൽ. നമ്മുടെ വീടിൻ്റെ കുറച്ച് വിട്ടിട്ട് ഇവിടെ ഇട്ടാണ് ഞാൻ നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ പോണേ. നമ്മുടെ വീടിൻ്റെ കുറച്ച് വിട്ടിട്ടാണെങ്കിൽ സ്ഥലമില്ല. പിന്നെ ഡെക്കറേഷനും ചെയ്യണം. അപ്പോൾ ഇവിടെ ഉണ്ടാക്കണോ എനിക്ക് സംശയമുണ്ട്. ഇവിടെ ഉണ്ടാക്കുക ഗൈസ്. ആദ്യം തന്നെ എങ്ങനെയാന്ന് വെച്ചാൽ നല്ല ലാഗുണ്ട്. ലാഗ് എന്ന് വെച്ചാൽ അന്യായ ലാഗ്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ബ്ലോക്ക് ഇങ്ങനെ വയ്ക്കുക. പിന്നെ എൻ്റെ ഡയമണ്ട് പിക്കാക്സ് ഞാൻ ഉണ്ടാക്കി. അതിൻ്റെ ചെസ്റ്റിൽ ലക്ക് പെട്ടിയിലാണ്. അത് ഞാൻ വീഡിയോൻ്റെ അവസാനം ആകുമ്പോഴേക്കും കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ നമ്മൾ 2 ഡേട്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കുക. പിന്നെ ഇവിടെ 1 2 3 4 5 പിന്നെ 2 ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ ഒരെണ്ണം വയ്ക്കുക, ഇവിടെ ഒരെണ്ണം വയ്ക്കുക, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. നെതർ പോർട്ടൽ ശരി. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കണം. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാൻ മറന്നു. എൻ്റെ ഫ്ലിൻ്റ് ഉണ്ടാ ചെസ്റ്റിൽ നോക്കി നോക്കണമല്ലോ. ഫ്ലിൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇഷ്ടമുള്ള അത്ര ഉണ്ടാക്കാം. ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചാവാതിരുന്നാൽ മതി ഗൈസ്. ഇന്ന് ഈ എപ്പിസോഡിൽ തന്നെ അങ്ങനെ ഫോണില്ല ആണ് എൻ്റെ ബുദ്ധി.
യാ അവിടുത്തെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇതാവണേ, പേടി വരണേ. അപ്പം അങ്ങനത്തെ അത് ഇതുണ്ട്, പേടിയാണ് ഗൈസ് ഇങ്ങനത്തെ ഇത്. ഈ നെതർ പോർട്ടൽ കയറുമ്പോൾ നല്ല പേടിയുണ്ട്. ചത്ത അവിടെ എടുക്കും മോസ്റ്റായിട്ട്. നമ്മുടെ വീട് എത്ര ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.